ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നമ്മുടെ പാവം പഴയങ്ങഞ്ഞിയെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി. നമ്മുടെ അടുക്കളത്തളങ്ങളിൽ നിന്ന് കാണാൻ പറ്റാത്ത രീതിയിലും കേൾക്കാൻ പറ്റാത്ത രീതിയിലും വളരെയധികം ദൂരെ മങ്ങി മറിഞ്ഞു പോയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇത്. ഇതിനെ അത്ര നിസ്സാരനായി കാണരുത്. വളരെയേറെ ഗുണങ്ങളുള്ള ഭക്ഷണങ്ങളുടെ രാജാവാണിവൻ. അപ്പം ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് വീണ്ടും ഓർമ്മിപ്പിക്കാനും നിങ്ങളുടെ അടുക്കളത്തളങ്ങളിലേക്ക് വീണ്ടും എത്തിക്കാനുമാണ് ഇന്നത്തെ എൻ്റെ ശ്രമം. അപ്പം നിങ്ങൾ എന്നോട് സഹകരിക്കുമല്ലോ. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവൻ കാണണം. എങ്കിലേ ഇതിൻ്റെ ഗുണങ്ങൾ, ഇതെങ്ങനെ കഴിച്ചാൽ ദോഷമായി മാറും എന്നുള്ളതും ഇത് എത്രയൊക്കെ രീതി നമുക്ക് ഉണ്ടാക്കാമെന്നുള്ളതും വളരെ നിസ്സാരമായ രീതിയിൽ ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പം ഇതിൻ്റെ ചോറോടുകൂടി നമുക്ക് വേണേൽ കഴിക്കാം, അല്ലെങ്കിൽ ഈ പഴയങ്ങഞ്ഞിയുടെ ഈ നീരായാലും കുടിക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. പണ്ടൊക്കെ കാർന്നോന്മാരൊക്കെ വളരെയധികം ജോലികളൊക്കെ ചെയ്ത് പാടത്തും പറമ്പിലും പണിയെടുത്തിട്ട് വരുമ്പോൾ നമ്മുടെ വീടുകളിൽ എപ്പോഴും കാണുന്ന ഒന്നാണ് ഈ പഴയങ്ങഞ്ഞി. ഇപ്പം പഴയങ്ങഞ്ഞി നമ്മൾ മറക്കാതിരിക്കുക. അതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. അതിപ്പോൾ ഞാൻ വഴിയേ പറഞ്ഞു തരാം, എങ്കിലേ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മൺചട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. മൺചട്ടി കണ്ടല്ലോ, കുഞ്ഞി ചട്ടിയാണ്. ചോറൊക്കെ ചൂടാറി കഴിഞ്ഞിരുന്നു. ഇപ്പൊ രാത്രിയിൽ ഞാനിത് ചട്ടിയിലോട്ട് മാറ്റുവാണ്. ആവശ്യത്തിന് ചോറ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലിപ്പം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് നമുക്ക് ഇതിലേക്ക് തണുത്ത വെള്ളം, ചൂടുവെള്ളം ഒന്നും ഒഴിച്ചു വെക്കരുത് കേട്ടോ. നല്ല കൂജലുള്ള വെള്ളമാണെങ്കിൽ അത്രയും നല്ലത്. അത് ഇതിന്റെ നെകക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇപ്പൊ വേണമെങ്കിൽ തൈര് ചേർക്കേണ്ടവർക്ക് തൈര് ചേർക്കുകയോ ചുവന്നുള്ളിയും പച്ചമുളകും അരിഞ്ഞിടുന്നവർക്ക് അരിഞ്ഞിടുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. അങ്ങനെ വേണേലും ചെയ്തെടുക്കാം. ഇതല്ലെങ്കിൽ ഇങ്ങനെ തന്നെ വെച്ചിട്ട് നാളെ പുളിച്ചിട്ട് കഴിക്കുകയും ചെയ്യാം. അങ്ങനെയും കഞ്ഞിയാക്കാം. മൂന്നാല് രീതി നമുക്ക് ചെയ്തെടുക്കാം. പിന്നെ ഇന്നൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ഉപ്പൊന്നും ഇടുന്നില്ല, ഇടുന്നവരും ഉണ്ട്. അങ്ങനെ വേണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇനി ഞാനിതിപ്പോ അടച്ചു വെക്കുവാണ്. ഒരുപാട് കെട്ടിയൊന്നും വെക്കേണ്ട കാര്യമില്ല. ഇതിന് ശരിക്കും ഒരു നല്ലൊരു മൂട എടുത്ത് അടച്ചു വെച്ചാൽ മതി. ഇതിപ്പോ നേരത്തെ വെള്ളം ഉണ്ടെന്ന് കണ്ടല്ലോ, ഇത്രയും മതി കേട്ടോ. ഇത്തിരി ലേശം വെള്ളം കൂടിപ്പോയി ഒരു കുഴപ്പവും ഇല്ല. ഇതിന്റെ തന്നെ മണ്ണടപ്പ് കൊണ്ട് അടച്ചു വെക്കുകയാണ്. ഇനി ഇത് നമുക്ക് നാളെ നേരം വെളുക്കുമ്പോഴത്തേനും നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ആദ്യം തന്നെ നമുക്കൊരു കുഞ്ഞി പയർ മെഴുക്കുവരട്ടി തയ്യാറാക്കാം. അതിനുള്ള പച്ചപ്പയർ ഇങ്ങനെ കഷ്ണങ്ങളാക്കി അരിഞ്ഞതെടുത്തിട്ടുണ്ട്. കൈകൊണ്ട് ഒടിച്ചെടുത്താൽ മതി കേട്ടോ. 2 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ശകലം പച്ചമുളക്, എരിവില്ലാത്തതുകൊണ്ട് അത്ര എടുത്തേക്കുന്നത്. പിന്നെ ചുവന്നുള്ളി ഒരു 6 എണ്ണം, പിന്നെ കുറച്ച് തേങ്ങാക്കൊത്തും. അപ്പൊ അധികം എരിവില്ലാത്ത രീതിയിൽ നമുക്കിതൊന്ന് വേഗം ഒന്ന് മെഴുക്കുവരട്ടിയായിട്ട് എടുക്കാം. ഇനി നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാം. കുറച്ച് ചുവന്നുള്ളി, കല്ലുപ്പ്, കറിവേപ്പില, നമ്മൾ ചുട്ടെടുത്ത വറ്റൽമുളക്, പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത് കേട്ടോ. അപ്പൊ മിക്സിയിൽ നല്ലപോലെ ഇത് അരിഞ്ഞു കിട്ടും. വെള്ളം ചേർക്കാണ്ട് നമുക്ക് ചമ്മന്തി ഉണ്ടാക്കിയെടുക്കും. ഇനി കഞ്ഞിയിലോട്ടുള്ള 1 കപ്പ് തൈര്, അതുപോലെ തന്നെ പച്ചമുളക്, കല്ലുപ്പ് കൂടുതൽ എടുക്കാം, ഇത് ശകലം എടുത്തിട്ടുള്ളൂ. പിന്നെ ചുവന്നുള്ളി അരിഞ്ഞിടാനുള്ളത്, അതുപോലെ തന്നെ നമ്മുടെ കറിവേപ്പില. തൈര് ഒഴികെ ബാക്കിയെല്ലാം ഞാൻ അരച്ചെടുത്തോണ്ടാണ് ഇനി വരാൻ പോകുന്നത്. നിങ്ങൾക്ക് ചതച്ച് ചേർക്കാം, അരിഞ്ഞിട്ട് ചേർക്കാം, കൈകൊണ്ട് ഞെവിടി വേണേലും ചേർക്കാം. നമ്മുടെ ഇനി കലം ഒന്ന് തുറന്ന് നോക്കാം. കഞ്ഞി കണ്ടോ നല്ലപോലെ അതൊന്ന് പുളിച്ചൊക്കെ ഒന്ന് വന്നിട്ടുണ്ട്. അവിടെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ കൊമ്മളകൾ അതിന്റെ ഉള്ളിൽ നിന്ന് വരുന്നത് കാണാം. കഞ്ഞി ഇങ്ങനെ പുളിച്ചു വരുമ്പം ഇത് ലാക്ടോബേസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ടീരിയ ഇതിലുണ്ടാകും. നമ്മുടെ ശരീരത്തിന് ദഹനത്തിന് കൂടുതൽ സഹായിക്കും. ചതച്ചെടുത്തോണ്ട് വന്നേക്കുന്ന ഇൻഗ്രീഡിയന്റ് ഇതിന്റെ അകത്തോട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കണം. ഈ ചെറുള്ളിയിലൊക്കെ അത്യാവശ്യം നമുക്ക് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഗുണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊക്കെ ഇതിനകത്ത് അരച്ച് ചേർത്തിട്ടുണ്ട്. ഉപ്പ് കല്ലായതുകൊണ്ട് ഉപ്പ് കല്ല് ചേർത്താലേ ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇതിന്റെ അകത്ത് B6, B9, പൊട്ടാസ്യം, B12, അയൺ ഇതെല്ലാം കൂടുതലുണ്ട്. അയൺ ഡബിൾ ഇരട്ടിയായിട്ട് വരും എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ഈ തൈരും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ പറയുകയും വേണ്ട, ചർമ്മരോഗം ഉണ്ടാകില്ല. അതുപോലെ തന്നെ വയറ്റിലെ കുറേയൊക്കെ രോഗങ്ങൾ കുറയ്ക്കാനായിട്ട് ഇത് സഹായിക്കും. അധികം ഒന്നും രോഗങ്ങളൊന്നും ഉണ്ടാകില്ല. നല്ലൊരു ദഹനം, ശരീരത്തിന് കുളിർമ പകരും. തണുപ്പ്, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരു തണുത്ത ശരീരാവസ്ഥ നമുക്ക് ഉണ്ടാകും. കൂടുതൽ ചൂടൊന്നും നിൽക്കില്ല. ചൂടുകാലങ്ങളിൽ ഏറ്റവും നല്ലത് കേട്ടോ. ഇതിപ്പം ഇങ്ങനെ ഇപ്പൊ എടുക്കുമ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടും. ഇനി ഇതിന് വേണ്ടിയിട്ട് ഞാൻ ശകലം തലേ ദിവസത്തെ മീൻകറി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ എടുത്തേക്കുന്ന നമ്മുടെ ചമ്മന്തി, തേങ്ങാ ചമ്മന്തി റെഡിയാക്കിയിട്ടുണ്ട്. ഇൻഗ്രീഡിയന്റ് മാത്രം നോക്കാൻ മതി. നിങ്ങൾക്ക് അളവിനനുസരിച്ച് അത് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്ത് ആൾക്കാരുടെ എണ്ണത്തിനനുസരിച്ച് അതിനനുസരിച്ച് ചെയ്യാം. ഇതിപ്പം
അധികം എരിവില്ലാത്ത വഴറ്റിയ പയറും അതുപോലെ തന്നെ മീൻകറിയുമാണ്. ഒരു കഷ്ണം മീൻ മതി. വളരെയധികം പ്രോട്ടീൻ അതിൽ അടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഇങ്ങനെയാണ് നമ്മൾ രാവിലെ ഇത് കഴിക്കേണ്ടത്. അല്ലാതെ ഇതിന്റെ കൂടെ ചക്കപ്പുഴുക്കും മറ്റേതൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് അധികം കാർബോഹൈഡ്രേറ്റ് കൂടും. ഇപ്പോൾ ഓൾറെഡി ഈ കഞ്ഞി കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, അതിന്റെ ഡബിൾ ഇരട്ടി ആകുമ്പോഴാണ് നമുക്കത് വണ്ണത്തിനിടയാകും. പിന്നെ പ്രമേഹ രോഗികൾ ഇത് ദയവ് ചെയ്ത് ഉപയോഗിക്കാതിരിക്കുക. അത് ദോഷമേ ചെയ്യുള്ളൂ. അവർക്ക് ഇത് കഴിക്കാനൊന്നും പാടില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇത് മനസ്സിലായല്ലോ? കുറഞ്ഞ രീതിയിലാണ് ഞാൻ നിങ്ങൾക്ക് ഇത് പറഞ്ഞു തന്നേക്കുന്നത്. ഇത് എങ്ങനെ രാത്രി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലെ എണീക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു രീതിയിൽ ഭക്ഷണം കഴിക്കാനും പറ്റും. കഞ്ഞി ഇഷ്ടപ്പെട്ടിട്ടും അത് വണ്ണം വെക്കുമെന്ന് പേടിച്ച് കഴിക്കാതിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് പ്രത്യേകം പറയുന്നത്. പുഴുക്ക് ഐറ്റംസ് ഇതിന്റെ കൂടെ കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ വണ്ണം വെക്കില്ല. കുറച്ചൊക്കെ കഴിഞ്ഞ് കഴിക്കുക എന്നും പറഞ്ഞ് കൂടുതലാകാനും പാടില്ല. നമ്മളിത് കഴിക്കുമ്പോൾ നല്ല ചവച്ചരച്ച് നല്ലപോലെ സ്റ്റൂയിങ്ങും ചെയ്തിട്ട് വേണം കഴിക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ വായിലോട്ട് ഇടുന്ന വഴി വിഴുങ്ങിക്കളയുന്നവരുണ്ട്. അങ്ങനെ കഴിക്കരുത് കേട്ടോ ഒരു ഭക്ഷണ സാധനങ്ങളും. പിന്നെ ഇതിന്റെ കഞ്ഞി കുടിക്കാനായിട്ട് പറ്റുന്നില്ല എങ്കിൽ കഞ്ഞിവെള്ളം മാത്രമായാലും ഇതിന്റെ ഈ നീരെങ്കിലും കുടിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കമന്റിലൂടെ എന്നെ അറിയിക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. താങ്ക് യു.